ടാഡ്, പേട്രിയറ്റ് പാക് 3, ടൊമാഹോക്ക് JSAM-ER, ആകാശത്തെ കീറിപ്പായുന്ന ഇന്റർസെപ്റ്ററുകൾ മുതൽ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നുയർന്ന ക്രൂയിസ് മിസൈലുകൾ വരെയാണിത്. ലോകത്തെ ഭീതിയിലാഴ്ത്തിയ ഈ ആയുധനാമങ്ങൾ ഇന്ന് മറ്റൊരു കാരണത്താൽ വാർത്തകളിൽ നിറയുകയാണ്. അത് അവയുടെ ശക്തി കൊണ്ടല്ല, മറിച്ച് അമേരിക്കയുടെ ആയുധപ്പുരകളിൽ അവയുടെ ശേഖരം അതിവേഗം ക്ഷയിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൊണ്ടാണ്. ഇനി എത്ര ആയുധങ്ങൾ ബാക്കിയുണ്ടെങ്കിലും തങ്ങൾ മറ്റൊരു യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ തങ്ങളുടെ പക്കൽ ഇനി എത്ര ശരങ്ങൾ ബാക്കിയുണ്ട് എന്ന അസ്വസ്ഥകരമായ ചോദ്യത്തോടാണ് അമേരിക്ക ഏറ്റുമുട്ടുന്നത്. വർഷങ്ങളായി ലോക പോലീസ് എന്ന പദവി അലങ്കരിച്ച അമേരിക്കയ്ക്ക് യുദ്ധമെന്നത് എതിരാളിയെ തകർക്കുന്ന ഒരു പ്രകടനമായിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ ഇന്നത്തെ സംഘർഷങ്ങൾ പുതിയൊരു ചിത്രം തുറന്നുകാട്ടുന്നു. ഓരോ പേട്രിയറ്റ് വിക്ഷേപണവും ഒരു ഭീഷണിയെ തടയമേക്കാം, പക്ഷേ അടുത്ത ആക്രമണത്തിനായി ബാക്കി നിൽക്കുന്ന പ്രതിരോധം അവിടെ കുറയുകയാണ്. ഒരു ടൊമാഹോക്ക് വിക്ഷേപിക്കാൻ നിമിഷങ്ങൾ മതി, എന്നാൽ അതിന്റെ പുനർനിർമ്മാണത്തിന് വർഷങ്ങൾ വേണ്ടിവരും. ഇന്ന് ലോകമുറ്റുനോക്കുന്നത്